സംസ്ഥാനത്ത് വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കണമെന്ന് പറയുകയാണ് DGP. ആഗസ്റ്റ് മാസത്തിൽ വാടക കരാർ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് അദ്ദേഹം ഈ ശുപാർശ നൽകിയത്. ഇടത് സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടക ധൂർത്തെന്ന് വിമർശിച്ച UDF മുന്നണി ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ എന്ത് തീരുമാനം എടുക്കും എന്നതിലാണ് ആകാംക്ഷ. പോലീസിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും VVIP യാത്രയ്ക്കും എന്ന പേരിലാണ് ഇത് വാടകയ്ക്കെടുക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ ആദ്യം പവൻ ഹൻസിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. ടെൻഡർ ഇല്ലാതെ ചെയ്തത് വിവാദമായതോടെ രണ്ടാം പിണറായി സർക്കാർ ടെൻഡർ വിളിച്ചു. ഷിപ്സൺ ഏവിയേഷൻ 5 വർഷത്തേക്ക് ആ ടെൻഡർ നേടി. ആദ്യത്തെ 3 വർഷം കഴിഞ്ഞാൽ സർക്കാർ കരാർ പുതുക്കണം. പ്രതിമാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപ വാടകയ്ക്കാണ് ഹെലികോപ്റ്റർ എടുത്തത്. അധിക മണിക്കൂർ പറന്നാൽ മണിക്കൂറിന് പ്രത്യേകമായി പണം നൽകണം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വാടക നൽകണം എന്നതും കരാറിലുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ തുടരണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ. വയനാട് ദുരന്തം ഉണ്ടായ സമയത്തുൾപ്പെടെ ഹെലികോപ്റ്റർ VIP യാത്രകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് വാടക നൽകിയിരുന്നത്. എന്നാൽ കേരളം മാവോയിസ്റ്റ് വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്ര ഫണ്ട് പോലീസിന് വെട്ടിക്കുറച്ചു. അതിനാൽ ഈ കരാർ തുടരണമോ എന്ന കാര്യത്തിൽ സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ ഭരണപക്ഷം മനഃപൂർവ്വം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്ത് അവയവദാനത്തിനായി 8 പ്രാവശ്യം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം. കഴിഞ്ഞ ആഴ്ചയിലും കണ്ണൂരിൽ നിന്നും ഈ ഹെലികോപ്റ്റർ എറണാകുളത്ത് പറന്നിറങ്ങിയിരുന്നു. ഈ ഹെലികോപ്റ്റർ മുൻ സർക്കാരിന്റെ കാലത്തെ ഒരു ധൂർത്തായിട്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂട്ടരും പറഞ്ഞിരുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സഞ്ചരിക്കാൻ വാങ്ങിയ ആഡംബര ആകാശ നൗക എന്നായിരുന്നു അവർ ഇതിന് നൽകിയ വിശേഷണം. പലപ്പോഴും അവസരം കിട്ടിയപ്പോഴെല്ലാം മീഡിയകളും അതിനെപ്പറ്റി നിരന്തരം വാർത്തകൾ കൊടുത്തിരുന്നു. പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. അതെല്ലാം അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു. അതും കൂടിപ്പോയാൽ 2-3 തവണ മാത്രം. കൂടുതലായും ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് അടിയന്തര മെഡിക്കൽ സഹായം വേണ്ടവർക്കും അവയവ മാറ്റ ശസ്ത്രക്രിയക്കായി കാത്തിരുന്ന മനുഷ്യർക്കും വേണ്ടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച അർജുന്റെ ഹൃദയവുമായാണ് എറണാകുളത്തേക്ക് ഇത് പറന്നത്. ഒരു 44 വയസ്സുകാരനെ പുനർജീവൻ നൽകാൻ വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ അന്ന് പറന്നത്. നാടിനെ കണ്ണീരിലാഴ്ത്തിയ ബൈക്ക് അപകടത്തിന് പിന്നാലെ മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശിയായ അർജുൻ എന്ന 23-കാരന്റെ അവയവങ്ങളാണ് ബന്ധുക്കൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. കണ്ണൂർ ശാലയിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അർജുന് ഡോക്ടർമാർ ഔദ്യോഗികമായി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ അർജുന്റെ ഹൃദയം ഈ എയർ ആംബുലൻസ് മാർഗമാണ് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇതൊന്നും സാധാരണക്കാർക്കിടയിൽ വലിയ വാർത്തയായി വരില്ല. അവരുടെ മുന്നിലേക്ക് എത്തുന്ന വാർത്ത പിണറായി വിജയന് സുഖിക്കാനായി ലക്ഷങ്ങൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു എന്ന വാർത്തയാണ്. ഇത് വെറും ലക്ഷറിക്കായുള്ള ഏർപ്പാടാണെങ്കിൽ മുഖ്യമന്ത്രിയായ ആ ദിവസം തന്നെ ഇത് നിർത്തലാക്കാൻ VD സതീശന് ശ്രമിക്കാമായിരുന്നു. ഇപ്പോഴത്തെ ശുപാർശ തള്ളിയാലും ഇല്ലെങ്കിലും ഈ ഹെലികോപ്റ്റർ നമുക്ക് ഉപകാരമായി മാറിയിട്ടുണ്ട്. കുറേ പേരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത് ലക്ഷങ്ങൾ വാടക മുടക്കി എടുത്ത ഈ ഹെലികോപ്റ്റർ തന്നെയാണ്.